നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹ കൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ അവസാനത്തേതായ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,536ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 വൃശ്ചിക മാസം 6-ാം തീയതിയാണ്. ശകവർഷം 1947 മാർഗശീർഷ മാസം 1-ാം തീയതിയാണ്. ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടറിനനുസരിച്ച് 2025 നവംബർ മാസം 22-ാം തീയതിയാണ്. തിഥി വരുന്നത് ദ്വിതീയയാണ്, ശുക്ലപക്ഷത്തിലെ ദ്വിതീയയാണ്. അത് വൈകിട്ട് 5:11 വരെയുള്ള സമയത്തുണ്ട്. തുടർന്ന് തൃതീയ വരുന്നു. നക്ഷത്രം വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. വൈകിട്ട് 4:46 വരെയുള്ള സമയത്താണ്. തുടർന്ന് മൂലം നക്ഷത്രമാണ്. കരണം വരുന്നത് പന്നിക്കരണമാണ്. വൈകിട്ട് 5:11 വരെയുള്ള സമയത്ത് പന്നിക്കരണം വരുന്നുണ്ട്. നിത്യയോഗം വരുന്നത് സുകർമ്മനാമ നിത്യയോഗമാണ്. രാവിലെ 11:29 വരെ മാത്രമാണ് ഈ സുകർമ്മനാമ നിത്യയോഗം വരുന്നത്. അനിഴം ഞാറ്റുവേലയാണ്. ഹേമന്ത ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:24 ഉദയം 12 സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു. അസ്തമയം വരുന്നത് 5:55 50 സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 31 മിനിറ്റ് 38 സെക്കൻഡാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് രാവിലെ 9:17 തുടങ്ങി 10:43 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 6:24 തുടങ്ങി 7:50 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 1:36 തുടങ്ങിയിട്ട് 3:02 വരെയുള്ള കാലമാണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ അനുയോജ്യമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാലമല്ല. ആയതുകൊണ്ട് ആ സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:46 മുതൽക്ക് 12:08 വരെയുള്ള സമയത്താണ്. തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് 12:12 മുതൽക്ക് 12:34 വരെയുള്ള സമയത്താണ് ഈ അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസം ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ അവസാനത്തെ പാദം. ഈ 3 നക്ഷത്രങ്ങൾക്കാർക്ക് 8-ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. ഇന്ന് നക്ഷത്രം വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമായിട്ട് അതിനെ പറയാറില്ല. ശത്രുദമനം, വേദകർമ്മങ്ങൾ നടത്തുക, പ്രഹര കാര്യങ്ങൾ, ലോഹ സംബന്ധമായിട്ടുള്ള കാര്യം, ശില്പ സംബന്ധമായിട്ടുള്ള കാര്യം, അതുപോലെ എണ്ണ കാച്ചുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രം പറഞ്ഞിട്ടുള്ളത്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. തിഥി അനുകൂലമാണ്. ശുക്ലപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. വിവാഹാദി കാര്യങ്ങൾ, ഉത്സവം നടത്തുക, പ്രതിഷ്ഠ, വാസ്തു മുതലായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്കൊക്കെ ദ്വിതീയ അനുകൂലമാണ്. എന്നാൽ ഇന്ന് നക്ഷത്രം തൃക്കേട്ടയാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. നമസ്കാരം.